കനത്ത കാറ്റിൽ ഡൽഹി വിമാനത്താവളത്തിൽ വലിയ നാശനഷ്ടമുണ്ടായി. 3 എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ശക്തമായ കാറ്റിൽ വിമാനത്തിലേക്ക് കയറുന്ന എസ്കലേറ്റർ വിമാനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, ആദ്യം ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ആരോ എസ്കലേറ്റർ തള്ളിക്കൊണ്ട് പോവുകയാണെന്നാണ്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ആ കാറ്റിൽ നീങ്ങി പോവുകയാണ്. ഇത് അങ്ങനെ കണ്ട് പതിവില്ലാത്ത അല്ലെങ്കിൽ കേട്ടുകേൾവി ഇല്ലാത്ത തരം ഒരു അപകടമാണല്ലോ. അത്രത്തോളം ശക്തമായ കാറ്റായിരുന്നു ഡൽഹിയിൽ. ഡൽഹിയിൽ പരക്കെ ഒരു കാറ്റും മഴയും ഉണ്ടാകുന്ന സാഹചര്യമല്ല. പക്ഷെ പലയിടങ്ങളിലായി ഒറ്റപ്പെട്ട രീതിയിൽ രാത്രിയിലും രാവിലെയുമാണ് കാറ്റും മഴയും ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ അത് ഉണ്ടായിട്ടുള്ളത് ഡൽഹി വിമാനത്താവളത്തിലാണ്. ഇന്ന് രാവിലെ ഡൽഹി വിമാനത്താവളത്തിലുണ്ടായ ശക്തമായ കാറ്റിന്റെയും മഴയുടെയും ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇൻഡിഗോ കമ്പനിയുടെ ഈ വിമാനത്തിലേക്ക് ആളുകളെ കയറ്റാൻ ഉപയോഗിക്കുന്ന മൂവബിൾ ആയിട്ടുള്ള എസ്കലേറ്റർ, അതായത് കോണിപ്പടികൾ, വാഹനത്തിലെല്ലാം ഘടിപ്പിക്കുന്ന ചക്രങ്ങൾ ഘടിപ്പിച്ച കോണിപ്പടികളാണ് ഇതേ രീതിയിൽ ഇപ്പോൾ ഈ നിയന്ത്രണം നഷ്ടപ്പെട്ട് വിമാനത്താവളത്തിന്റെ പാർക്കിംഗ് ബേയിലൂടെ നീങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഇങ്ങനെ നീങ്ങിയപ്പോൾ ഇത് പിടിച്ചു നിർത്താൻ ഗ്രൗണ്ട് സ്റ്റാഫിന് സാധിച്ചില്ല. ഈ നിയന്ത്രണം നഷ്ടപ്പെട്ട് നീങ്ങിയ കാറ്റിന്റെ ശക്തിയെ തുടർന്ന് നീങ്ങിയ ഈ എസ്കലേറ്റർ 3 വിമാനങ്ങളിൽ, എയർ ഇന്ത്യ കമ്പനിയുടെ 3 വിമാനങ്ങളിൽ ഇടിക്കുകയും അവയ്ക്ക് കേടുപാടുകൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഇത്തരം എസ്കലേറ്ററുകളെല്ലാം ലോക്ക് ചെയ്ത്, ടയറുകൾ ലോക്ക് ചെയ്താണ് വെക്കാറ്. ഇതെന്തെങ്കിലും അബദ്ധം സംഭവിച്ചതായിരിക്കാം. എന്നിരുന്നാലും ശക്തമായ കാറ്റ് തന്നെയാണ് ഇത്തരം ഒരു നാശനഷ്ടത്തിന് കാരണമായിട്ടുള്ളത്. പാർക്കിംഗ് ബേ 230-ൽ നിർത്തിയിട്ടിരുന്ന വിമാനത്തിനാണ് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ശരി, വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്ന് കനത്ത കാറ്റും മഴയും ഡൽഹിയുടെ പല ഭാഗത്തായിട്ടുണ്ടാവുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഡൽഹി വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ സംഭവിച്ചതാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഈ വിമാനത്തിലേക്ക് കയറുന്ന പടികൾ അടങ്ങുന്ന ഒരു എസ്കലേറ്റർ, മൂവ് ചെയ്യാൻ കഴിയുന്ന എസ്കലേറ്റർ. ആ എസ്കലേറ്റർ തനിയെ നീങ്ങിപ്പോകുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്രത്തോളം ശക്തമായ കാറ്റ്, അത് വിമാനത്തിൽ ഇടിച്ചാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്.